നമസ്കാരം, ഞാൻ കമറുദ്ദീനാണ് ചെന്നൈയിൽ നിന്ന്. ഇപ്പൊ FBയിൽ വരാനുള്ള കാരണം ഇന്നലെ നിറഞ്ഞു നിന്ന ഒരു വാർത്തയാണ്. എറണാകുളത്തെ നോർത്ത് പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് ഒരു ഗർഭിണിയുടെ കവിള് തല്ലി പൊളിച്ച SHO. ആ വാർത്താ ദൃശ്യം കേരളത്തിലെ ഒന്നടങ്കം മനുഷ്യർ കണ്ട് വല്ലാത്ത സങ്കടത്തിലായി. അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം ഞാൻ ഇന്നലെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ മുന്നേ തന്നെ ഇപ്പൊ ബഹുമാനപ്പെട്ട സർക്കാർ അത് അടിയന്തരമായി ഇടപെട്ട് SHOയെ സസ്പെൻഷൻ ചെയ്തു. സസ്പെൻഡിലാണ് നിലവിലെ SHO. അതുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീയാണ് ആക്രമിക്കപ്പെട്ടത്. ഒരു സ്ത്രീയാണ് അല്ലേ, അതും ഒരു ഗർഭിണിയായ ഒരു സ്ത്രീയാണ്. അത് വല്ലാത്ത ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു വിഷയം. അപ്പൊ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ഒരുപാട് വനിതാ സംഘടനകളും ഫെമിനിസ്റ്റുകളും ഒരുപാട് ആളുകളുണ്ടല്ലോ, ഒരുപാട് യുവതികളുണ്ടല്ലോ, ഒരുപാട് അമ്മമാരുണ്ടല്ലോ. ഇവിടെ ഇപ്പൊ ആരെയും കാണുന്നില്ലല്ലോ. ഈ ഗർഭിണിയായ ആ ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടല്ലോ അല്ലെ, SHOയിൽ നിന്ന് ആക്രമിക്കപ്പെട്ടു. അപ്പോ ആ സ്ത്രീക്ക് വേണ്ടി സംസാരിക്കാൻ ചാനൽ ഈ പറയുന്ന ചാനലുകളിൽ വന്നിരുന്ന് സംസാരിക്കാനോ മീഡിയകളിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെ സ്വന്തം പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് പ്രതികരിക്കാനോ ഒരു അമ്മച്ചിമാരെയും കണ്ടില്ലല്ലോ. ഒരു നടി ആക്രമിക്കപ്പെട്ടു, അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടനയിൽ നിന്നും രാജിവെച്ചു പോയ ഒരു ഡബ്ബിംഗ് എന്താ പറയാ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ, എന്താ അമ്മച്ചിയുടെ പേര്? ആ യൂട്യൂബറിന്റെ തലയിൽ കരിയോയിൽ ഒഴിച്ച് ഗുണ്ടായിസം കാണിച്ച് ഒരു സുപ്രഭാതത്തിൽ നാട് വിട്ടുപോയി ഒളിവിൽ പോയി ജാമ്യം നേടിയ ഒരു അമ്മച്ചിയില്ലേ, എന്താ ഭാഗ്യം കൂടിയ ലക്ഷ്മിയോ അങ്ങനെ എന്തോ ആണ് പേര്. അവരൊക്കെ ഇപ്പൊ എവിടെ പോയി? ഈ സ്ത്രീക്ക് വേണ്ടി സംസാരിക്കേണ്ടതല്ലേ? ഒരുപാട് ഫെമിനിസ്റ്റുകൾ കേരളത്തിലുണ്ടല്ലോ. സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഈ ചാനലുകളിൽ ഇരുന്നിട്ട് അതുപോലെ തന്നെ അവരവരുടെ പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് പ്രതികരിക്കുന്ന ഫെമിനിസ്റ്റുകളുണ്ടല്ലോ. അതും പോട്ടെ, പട്ടികൾക്കെതിരെ ആരെങ്കിലും ആക്രമണം കാഴ്ചവെച്ചാൽ ആ പട്ടികൾക്ക് വേണ്ടി മീഡിയകളിലൂടെ TV ചാനലുകളിലൂടെ ഈ പട്ടികളെ ആരാണോ ആക്രമിച്ച് അവർക്കെതിരെ ശക്തമായ നിലയിൽ പ്രതികരിക്കുന്ന ഒരുപാട് അമ്മച്ചിമാരുണ്ടല്ലോ. എന്തേ ഒരു സ്ത്രീയല്ലേ ഇവിടെ ആക്രമിക്കപ്പെട്ട് പോലീസ് സ്റ്റേഷനകത്ത്? ഒരു ഗർഭിണിയായ സ്ത്രീയല്ലേ ആക്രമിക്കപ്പെട്ട്? എന്തേ ആ സ്ത്രീക്ക് വേണ്ടി സംസാരിക്കാൻ നിങ്ങൾക്കൊന്നും ആവില്ലേ? നിങ്ങളുടെയൊക്കെ വായിൽ തുരിഞ്ഞു വെച്ചിരിക്കുകയാണോ പഴം എന്നാണ് ഞാൻ പറഞ്ഞത്, വേറൊന്നും ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾക്കെന്താ ഇതൊരു നിയമം അതൊരു നിയമോ? ഒരു സിനിമാ നടി ആക്രമിക്കപ്പെട്ടു ഇന്ന് നിങ്ങൾ പറഞ്ഞിട്ട് ആ സിനിമാ നടിയായ ആ അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ചാനലുകളുടെ മുന്നിലിരുന്നു കൊണ്ട് കരഞ്ഞില്ലേ? നിങ്ങൾ കരഞ്ഞില്ലേ? കരഞ്ഞിട്ട് പ്രതിഷേധം രേഖപ്പെടുത്തിയില്ലേ? ഏതോ ഒരു സംഘടനയിൽ നിന്ന് നിങ്ങൾ രാജിവെച്ചില്ലേ? ഇതൊരു സ്ത്രീയല്ലേ, ഒരു ഗർഭിണിയല്ലേ? എന്തേ നിങ്ങളെന്താ ആ സ്ത്രീക്ക് വേണ്ടി സംസാരിക്കാത്തത്? ഇവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷമാണല്ലോ അല്ലെ. ഇടതുപക്ഷത്തിന് പോലീസ് ആയതുകൊണ്ട് എങ്ങനെയാണ് ആ പോലീസിനെതിരെ നമ്മൾ പറയുക എന്നാണോ? ഏത് പക്ഷമാണെങ്കിലും അവിടെ ഒരു അനീതിയാണെങ്കിൽ ആ അനീതിക്കെതിരെ സംസാരിക്കണ്ടേ? അതല്ലേ അതിന് ശരി. ഇടതുപക്ഷമോ വലതുപക്ഷമോ BJPയോ ഏത് ഭരണമാണെങ്കിലും ഏത് സർക്കാരാണെങ്കിലും അവരുടെ കീഴിൽ ഒരു അനീതി നടന്നിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കാതെ നമ്മൾ സ്നേഹിക്കുന്ന പ്രസ്ഥാനമാണെങ്കിൽ പോലും അത് വേറെ, ഇവിടെ നടന്ന ഒരു അനീതിയല്ലേ, ആ പോലീസിനെതിരെ ആ സ്ത്രീക്ക് വേണ്ടി പോരാടാനോ സംസാരിക്കാനോ ഒരു മീഡിയകളിലും ഒരു പ്ലാറ്റ്ഫോമുകളിലും ഒരു അമ്മച്ചിമാരെയും കണ്ടില്ല. ഇതൊന്നും കാണില്ല, അറിയാം എന്താ സംഭവമെന്ന്. ഈ സ്ത്രീക്ക് വേണ്ടി ഇത്ര നേരം ഒരു അമ്മച്ചിമാരും സോഷ്യൽ മീഡിയകളിലൂടെ അല്ലെങ്കിൽ മീഡിയകളിൽ വന്നിരുന്നു കൊണ്ട് സംസാരിക്കുന്ന ഇത്ര നേരം കണ്ടിട്ടില്ല. ഈ വനിതകൾക്ക് വേണ്ടി പട്ടികൾക്ക് വേണ്ടി സംസാരിക്കാൻ, പണമുള്ള സ്ത്രീകൾക്ക് വേണ്ടി പണമുള്ള നടികൾക്ക് വേണ്ടി സംസാരിക്കാനും സംഘടനകളിൽ നിന്നും രാജിവെച്ച് ഒഴിഞ്ഞുപോയി കണ്ണീരൊഴുക്കാനും ഒരുപാട് സ്ത്രീകൾ ഇന്ന് കേരളത്തിലുണ്ട്. പാവങ്ങളായ സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടാൽ, പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് വെച്ച് ആക്രമിക്കപ്പെട്ടാൽ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു അമ്മച്ചിമാരുമില്ല. കുഴപ്പമൊന്നുമില്ല, അത് വിഷയമൊന്നുമല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതൊക്കെ നോട്ടിംഗ് ആണ് കേട്ടോ. ഒരു പാവം പിടിച്ച ഗർഭിണിയുടെ കവിള് തല്ലിപ്പൊളിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് നീ പറയുന്ന ഫെമിനച്ചികൾ ഈ അച്ചികൾ ആരും സംസാരിച്ചിട്ടില്ല. നിങ്ങൾ സംസാരിക്കണ്ട. ഇനി നിങ്ങളുടെ തൊള്ള തുറക്കും, ഇന്നില്ലെങ്കിൽ നാളെ വേറെ ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്. തൊള്ള തുറന്നുകൊണ്ട് പട്ടിക്ക് വേണ്ടി വാതാടുന്നവരോ അല്ലെങ്കിൽ മറ്റുള്ള സ്ത്രീകൾക്ക് വേണ്ടി പണമുള്ള സ്ത്രീകൾക്ക് വേണ്ടി ആരെങ്കിലും ചാനലുകളിലൂടെ ആരെങ്കിലും വന്ന് വാതാടുകയാണെങ്കിൽ, ഈ വിഷയത്തെ അറിഞ്ഞുകൊണ്ട് മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ള പണക്കാർക്ക് വേണ്ടി വാതാടുകയാണെങ്കിൽ എഴുതി വെച്ചോ, നിങ്ങളുടെയൊക്കെ 56 അല്ല 560 തന്തകൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് ഈ പറയുന്ന മീഡിയകളിൽ ഞങ്ങൾ ലൈവിൽ വരും കേട്ടോ. അതിന്റെ പേരിൽ കേസാവുകയാണെങ്കിൽ ശരി, അതിന്റെ പേരിൽ ജയിലിൽ കിടക്കുകയാണെങ്കിൽ ശരി, വിഷയമൊന്നുമല്ല.
പണമുള്ളവർക്കും പണമില്ലാത്തവർക്കും ഓരോ നിയമമല്ല. രാജ്യത്ത് എല്ലാവർക്കും തുല്യമായ നിയമവും തുല്യമായ അവകാശവുമാണ് ഭരണഘടന പറഞ്ഞിട്ടുള്ളത്. പണമുള്ളവർക്ക് ഒരു കൂട്ടിക്കൊടുപ്പും പണമില്ലാത്തവർക്ക് മറ്റേ കുഴപ്പമൊന്നുമില്ല. തുല്യമായ അവകാശമാണ്. ഒരു നാട്ടിൽ ഒരു സ്ത്രീക്കെതിരെ ഒരു അനീതി നടന്നപ്പോ ആ അനീതിക്കെതിരെ പ്രതികരിക്കാതെ പണമുള്ളവർക്ക് വേണ്ടി, അതിജീവിതകൾക്ക് വേണ്ടി മാത്രം പ്രതികരിക്കുന്ന ഒരുപാട് ഫെമിനിസ്റ്റുകൾ, ഒരുപാട് ഫെമിനച്ചുകൾ, അതുപോലെ തന്നെ ഒരുപാട് ആളുകളുണ്ടല്ലോ ഇന്ന് കേരളത്തിൽ. ഇവരൊന്നും കണ്ടില്ല, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ വരണ്ട. ഇനി നിങ്ങൾ ഏതെങ്കിലും വിഷയമായി ബന്ധപ്പെട്ട് വരുമ്പോ ഞങ്ങൾ ആരാണെന്ന് ഞങ്ങൾ അപ്പ കാണിച്ചു കേട്ടോ. വേറെ വഴിയില്ലാതെ പറഞ്ഞതാണ്. ഈ പാവം പിടിച്ചൊരു സ്ത്രീയല്ലേ, ഗർഭിണിയായ ഒരു സ്ത്രീ. ഈ സ്ത്രീയെ ഈ ജാതി ആക്രമിച്ചിട്ടും ആ സ്ത്രീക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ടോ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടോ ഒരു ഫെമിനിസ്റ്റുകളോ പട്ടിക്ക് വേണ്ടി വാദിക്കുന്നവരോ ഒരു സ്ത്രീകളോ ഒരു വനിതാ സംഘടനകളോ വരുന്നതൊന്നും കണ്ടില്ല. അപ്പൊ അത് ശരിയല്ലല്ലോ. ആ അഭിപ്രായം രേഖപ്പെടുത്താൻ വന്നാണ്. ഇനി നിങ്ങൾ വരണം. ഇതേപോലെ ഏതെങ്കിലും വിഷയമായി ബന്ധപ്പെട്ട് പണമുള്ളവർക്ക് വിടുപണി ചെയ്യാൻ വേണ്ടി മീഡിയകളിൽ വന്ന് നിറഞ്ഞു നിൽക്കണം. അപ്പോ ഞങ്ങളും നിങ്ങൾക്കെതിരെ നിറഞ്ഞു നിൽക്കും. അതിന്റെ പേരിൽ കേസാണെങ്കിലും ജയിലാണെങ്കിലും വിഷയമൊന്നുമല്ല, തൂക്കിലേറ്റാനുള്ള നിയമമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമുക്ക് കാണാം. ഓക്കെ, നന്ദി, നമസ്കാരം.